Welcome to a new video of our channel. In the last videos, we discussed the several methods to test the convergence of a series. So today, we discuss the last method to test the convergence of a series. That is, the last method is root test. That's root test. In the last videos, we discussed the integral test, the comparison test, and the ratio test. So the fourth one is the root test. Okay, a simple test is root test. Let sigma an be a given series. Okay, let sigma an be a given series. Then consider the limit n tends to infinity, nth root of modulus of an is equal to r. That is, limit n tends to infinity, nth root of modulus of an. It is assumed to be r. Then there are three cases. First one, if this r is less than 1, then the series is converges. If r is greater than 1, then the series is diverges. The third case is if r is equal to 1. As in the ratio test, the test is inconclusive. Test is inconclusive. Let sigma an be a series. Then consider the limit n tends to infinity, nth root of modulus of a. Okay, that limit is assumed to be r. If r is less than 1, then the given series is converges. If r is greater than 1, then the series is diverges. If r equal to 1, then the test is inconclusive. R equal to 1 ആവുന്ന കേസിൽ ആ സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. റേഷ്യോ ടെസ്റ്റിലും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ ടെസ്റ്റ് ഫെയിൽ ആവുന്ന ഒരു കേസാണ് ആർ ഈക്വൽ ടു 1. അപ്പോൾ ആർ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ നമ്മൾ വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. സോ ആർ ലെസ് ദാൻ 1ഉം ആർ ഗ്രേറ്റർ ദാൻ 1ഉം ആവുന്ന കേസിൽ നമുക്കൊരു അസംഷൻ പറയാൻ പറ്റും. സോ ഒരു സിമ്പിളായ ടെസ്റ്റാണ് റൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് ഈസ് കൺവേർജസ്. ഇഫ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ 1, then the series is diverges. ജസ്റ്റ് ടെസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ വി ഹാവ് ടു ഡു സം പ്രോബ്ലംസ്. സോ ദ ഫസ്റ്റ് പ്രോബ്ലം ഈസ് ചെക്ക് ദി കൺവേർജൻസ് ഓഫ് ദ ഗിവൺ സീരീസ്. ഓക്കെ, 3 സീരീസ് തന്നിട്ടുണ്ട്. സീരീസുകളുടെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുന്നത് ഇവിടെ ഇപ്പോൾ 1/n⁴n എന്നാണ് എയിൽ. ഇവിടെ n⁴n², അതുപോലെ തന്നെ ഇവിടെ nth റൂട്ട് ഓഫ് n-1 അല്ലേ. അപ്പോൾ ഈ എന്നിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഒരു nth പവറൊക്കെ രീതിയിലുള്ള സീരീസുകളൊക്കെ വരികയാണെങ്കിൽ ആ കേസിൽ എന്താണ്, നമുക്ക് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഈസി ആകും. നമുക്ക് ഈ ഒരു എന്നിൻ്റെ ഫോം നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമുക്ക് nth റൂട്ട് കാണുന്ന സമയത്ത് ആ എന്നും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇവൻ സീരീസ് ഏതാണ്, സിഗ്മ n റേഞ്ചിങ് ഫ്രം 1 to infinity എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്. സിഗ്മ n റേഞ്ചിങ് ഫ്രം 1 to infinity 1/n⁴n ആണല്ലോ. അപ്പോൾ an എന്താണ്, an ഈസ് ഈക്വൽ ടു എന്താണ് 1/n⁴n. ഓക്കെ, an is equal to 1/n⁴n. Now we have to check that limit. Limit n tends to infinity,
nth root of modulus of a അല്ലേ. മോഡുലസ് ഓഫ് എന്നിൻ്റെ nth റൂട്ടിൻ്റെ ലിമിറ്റ് കാണും. സിമ്പിളാണ്. വേറെ കമ്പാരിസൺ ടെസ്റ്റ് ഒന്നും പോലെ വേറെ സീരീസ് കാണാനോ ഒന്നും വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ആ nth ടേമിൻ്റെ സീരീസിൻ്റെ nth ടേമിൻ്റെ nth റൂട്ട് കാണാം. ദെൻ അതിൻ്റെ ലിമിറ്റ് കാണാം. ഓക്കെ, എന്താണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് ഇവിടുത്തെ nth ടേം ഏതാണ് 1/n⁻n. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്താൽ എന്താണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ജസ്റ്റ് nth റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് 1/n. ഓക്കെ, അപ്പം ഇനി എന്താണ് പിന്നെ താഴെ അവിടെ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫസ്റ്റ് പ്രോബ്ലത്തിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n⁻n ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. ഈ 1/n കൂടി ഒന്ന് ജസ്റ്റ് ഇറക്കിയത്. ഇതെന്താണ് ശരിക്കും n × 1/n അല്ലേ. അപ്പോൾ എന്താണ് ദിസ് n ആൻഡ് n ക്യാൻ ബി ക്യാൻസൽ. സോ ബാക്കി റെസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദിസ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ക്ലിയർലി 0 ഈസ് ലെസ് ദാൻ 1. സോ ഈ കിട്ടിയത് എന്താണ് നമുക്ക് കിട്ടിയത് എന്താണ് r ആണ്. സോ r ഈസ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ the given series sigma n ranging from 1 to infinity 1/n⁻n is converges. Okay, അപ്പോൾ ക്ലിയർ ആണ്. ജസ്റ്റ് an എന്താണ് 1/n⁻n ആണ്. ആ anൻ്റെ nth റൂട്ടിൻ്റെ ലിമിറ്റ് കാണാം. ദാറ്റ് ലിമിറ്റ് വാല്യൂ ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് ആ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാം. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് കണ്ടോ ആ ലിമിറ്റ് കണ്ടോ. ലിമിറ്റ് വാല്യൂ നമുക്ക് എന്ത് കിട്ടി 0 ആണ് കിട്ടി. വിച്ച് ഈസ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഹിയർ ദ ഗിവൺ സീരീസ് ഈസ് sigma n ranging from 1 to infinity an is equal to sigma n ranging from 1 to infinity n raised to n square by n plus 1 n square. n raised to n square divided by n plus 1 raised to n square എന്നുള്ളതാണ്. അപ്പോൾ an is equal to എന്താണ് an is equal to ഈ n raised to n നമുക്ക് ഏത് ഫോമിൽ എഴുതാം. ജസ്റ്റ് ഒന്ന് n square എന്നുള്ളത് ഒന്നിച്ച് എഴുതി കൂടെ n/n plus 1 raised to n square. പ്രശ്നമുണ്ടോ ഇതന്നെ ഇല്ലല്ലോ. ജസ്റ്റ് n raised to n square ആണിത്. ഇതാണെങ്കിൽ n plus 1 raised to n square. ഓക്കെ, ഒന്നിച്ച് എഴുതിയുള്ളൂ n/n plus 1 whole raised to n square. അതാണ് n. Now consider the limit. Limit n tends to infinity nth root of modulus of n. Okay, this limit n tends to infinity modulus of n ഏതാണ് n/n plus 1 raised to n square ആണ് നമ്മുടെ modulus of n. nth റൂട്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരുന്നു 1/n. ഓക്കെ, any doubt? ലിമിറ്റ് n tends to infinity modulus of n എന്നുള്ളത് എന്താണ് n/n plus 1 raised to n square എന്നാണ്. nth റൂട്ട് എന്നുള്ളത് നമ്മൾ ഈ ഫോമിൽ 1/n raised to 1/n. ഇനി ക്ലിയർലി എന്താണ് ലിമിറ്റ് n tends to infinity എന്താണ് ഈ എന്നും ഇവിടുത്തെ ഒരു എന്നും ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ n/n plus 1 raised to n എന്നുണ്ടാവും ആണല്ലോ. ലിമിറ്റ് n tends to infinity n/n plus 1 whole raised to n. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യുക. നമ്മൾ ലിമിറ്റ് n tends to infinity അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ലിമിറ്റിലേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ലിമിറ്റിൽ വേഗം ലിമിറ്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്താൽ വരും നമുക്ക് 1/1 plus 1/, അതായത് ഇവിടെ n ഔട്ട്സൈഡ് ഇവിടെ n ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും n ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ ഈ ടൈമിൽ 1 എന്ന് വരും. ഈ ടൈമിൽ n ഔട്ട്സൈഡ് എടുത്താൽ 1/n വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഔട്ട്സൈഡ് എടുത്ത് തരുന്നു ഈ എന്നും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ 1/1 plus 1/n whole raised to n ആണല്ലോ. ഈ ലിമിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച ലിമിറ്റാണ്. ഇത് ലിമിറ്റ് n tends to infinity
1 by 1 plus 1 by n raised to n എന്നുള്ളത് എന്താണ് ലിമിറ്റ് നമ്മൾ ഓൾറെഡി സീക്വൻസിലെ ലിമിറ്റ് പറഞ്ഞ സമയത്ത് പഠിച്ചൊരു ലിമിറ്റാണ്. ഇറ്റ് ഈസ് 1 by n ആണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 by n റൈസ് ടു n എന്നുള്ള ലിമിറ്റ് എന്താണ് e ആണ്. സോ 1 by e എന്നുള്ള ടേം എന്തായിരിക്കും ഇറ്റ് ഈസ് ഇതാണ് നമ്മുടെ r which is clearly less than 1. ഓക്കെ നമുക്ക് ലിമിറ്റ് വാല്യൂ എന്ത് കിട്ടി 1 by e എന്ന് കിട്ടി. ഇറ്റ് ഈസ് ക്ലിയർലി ലെസ് ദാൻ 1 ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. സോ ദ ഗിവൺ സീരീസ് ഈസ് എന്താണെന്ന് പറയാൻ പറ്റും നമുക്ക് ഇറ്റ് ഈസ് converges by root test. The given series is converges. The given series is sigma n ranging from 1 to infinity nth root of n minus 1 raised to n. Okay, എന്താണ് nth root of n minus 1 whole raised to n. Okay, സിമ്പിൾ ആയിട്ട് ജസ്റ്റ് വൺ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. n എന്താണ് നമുക്കറിയാം nth root of n minus 1 whole raised to n ആണ്. നമ്മൾ ജസ്റ്റ് ആ ലിമിറ്റ് കൺസിഡർ ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് n എന്നാണല്ലേ. കാണുമ്പോൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് ഒന്നുമില്ല ചെയ്യാൻ. ജസ്റ്റ് ലിമിറ്റ് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth എന്താണ് nth റൂട്ട് ഓഫ് n മൈനസ് 1 റേസ് ടു n ആണ്. സോ അതിൻ്റെ nth റൂട്ട് മാറിപ്പോയത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് n എന്നാണ്. നമ്മൾ n ആണ് ഈ എഴുതിയത് 3. എന്താണ് nth റൂട്ട് ഓഫ് n മൈനസ് 1 ഹോൾ റൈസ് ടു n അതാണ് ഈ എഴുതിയത് 3. നമ്മൾ n ആണ് nth റൂട്ട് ഓഫ് n മൈനസ് 1 ഹോൾ റൈസ് ടു n എന്നുള്ളത്. ദെൻ ഈ ലിമിറ്റിലുള്ള nth റൂട്ടാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് എഴുതിയത്. ഓക്കെ then clearly this and this n can be cancelled. then ബാക്കി എന്തേ ഉള്ളൂ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്താണ് nth റൂട്ട് ഓഫ് n മൈനസ് 1. സോ ക്ലിയർലി ദിസ് ലിമിറ്റ് എന്താ നമുക്കറിയുന്ന ലിമിറ്റ് അല്ലേ. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലാവാത്തുണ്ടെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റൈസ് ടു 1 by n മീൻ മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1. ഓക്കെ ദിസ് ലിമിറ്റ് ഈസ് 1 ആണ്. ക്ലിയർലി ദിസ് ലിമിറ്റ് ഈസ് 1. നമ്മൾ ഓൾറെഡി സീക്വൻസിൽ പഠിച്ച ലിമിറ്റ് ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റൈസ് ടു 1 by n is equal to 1. limit n tends to infinity. The constant is always that constant. So 1 minus 1 is equal to 0, which implies that this is our r which is less than 1. So that clearly the series is converges. So okay, ഇത്രയാണ് നമ്മൾ റൂട്ട് ടെസ്റ്റ് ബൈ റൂട്ട് ടെസ്റ്റ്. ദിസ് സീരീസ് ഈസ് ഓൾസോ കൺവേർജസ്. ഓക്കെ, we have to do one more problem. Sigma n ranging from 1 to infinity n is equal to sigma n ranging from 1 to infinity 2 raised to n by n cube. Okay, clearly ഇവിടെ n ഏതാണ് n is equal to 2 raised to n by n cube അല്ലേ. It is clearly greater than 0. Okay, now consider the limit. Limit n tends to infinity nth root of modulus of n is equal to limit n tends to infinity 2 raised to n by n cube and the nth root. Okay, 2 raised to n by n cube whole raised to 1 by n. Okay, ഇതിൽ നമുക്ക് സ്പ്ലിറ്റ് എഴുതി നോക്കാം. അപ്പോൾ എന്താ കിട്ടാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 raised to അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ എഴുതിയ 1 by ഞാൻ വരും ആണല്ലോ. സോ ഈ n ക്യാൻ ബി ക്യാൻസൽ. ഇതിന് മുകളിൽ എന്തോ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 എന്ന് വരും. താഴോ ഇതിന് ജസ്റ്റ് റീറൈറ്റ് ചെയ്താൽ n റൈസ് ടു 1 by n ക്യൂബ് വരും. ഓക്കെ, ഇപ്പം എന്താ വരാം that is limit n tends to infinity ഇവിടെ ജസ്റ്റ് 2 എന്നും താഴോ ഈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും n റൈസ് ടു 1 by n അല്ലേ. ഇതിൻ്റെ സ്ക്വയർ ചെയ്യാം.
ഏതാണോ സ്ക്വയർ അല്ല സോറി ക്യൂബ് അല്ലേ. സോ ലിമിറ്റ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, ഇറ്റ് ഈസ് 2 ആണ്. ലിമിറ്റ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് റേസ് ടു 1 നമുക്ക് അറിയുന്നതാണ്, അതെന്താണ് 1 ആണ്. സോ 1 ക്യൂബ് ഇറ്റ് ഈസ് ആൻസർ ഈസ് 2 എന്ന് വരും. സോ ആർ ഇസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി, നമുക്ക് 2 ആണെന്ന് കിട്ടി, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. That is, it implies that the series is diverges. Okay. So simply നമ്മൾ എന്താണ് ലിമിറ്റ് വാല്യൂ കണ്ട് ലിമിറ്റ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി and റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് n ചെയ്താൽ ലിമിറ്റ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 റൈസ് ടു n ബൈ n ക്യൂബ് ഹോൾ റൈസ് ടു 1 ബൈ n ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 ബൈ ലിമിറ്റ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി n റൈസ് ടു 1 ബൈ n സ്ക്വയർ എന്ന് വരും. സോ 2 ലിമിറ്റ് 2 ആണ്. ലിമിറ്റ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് റേസ് ടു 1 ബൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ലിമിറ്റ് ആണ് ഫിസിക്കൽ ടു 1 ആണ്. സോ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് 2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബൈ റൂട്ട് ടെസ്റ്റ് ദ ഗിവൺ സീരീസ് ഈസ് ഡൈവേർജസ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് റൂട്ട് ടെസ്റ്റും അതിൻ്റെ പ്രോബ്ലംസും. ജസ്റ്റ് ചെറിയൊരു ടെസ്റ്റും ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസാണ്. സോ കൂടുതൽ പ്രോബ്ലങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കാം. ദെൻ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.